നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നവരാണ്. ബിസിനസ്സിൽ നിങ്ങൾ എപ്പോഴും എസ് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ തകർച്ചയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും. ഇതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കഥ പറയാം. അതൊരു ഗുരുവിൻ്റെ ശിഷ്യൻ്റെയും കഥയാണ്. ഒരിക്കൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് എപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതെന്ന്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഗുരു പറഞ്ഞത്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന പരീക്ഷ വളരെയധികം എളുപ്പമാണ്. പക്ഷേ ദൈവം എന്ന് പറയുന്ന ആൾ ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പലരുടെയും ആൻസർ പേപ്പർ നോക്കി കോപ്പി അടിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ലൈഫ് ഫ്ലോപ്പായി പോകുന്നത്. ഈ ഒരു ജീവിതപാഠം നിങ്ങൾ എപ്പോഴും ലൈഫിൽ ഓർത്ത് വെക്കണം. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾക്കൊപ്പമാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ഈ ഒരു പാഠം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ കൂടുതലും പാർട്ട്ണർഷിപ്പായിട്ടുള്ള ബിസിനസ്സുകളാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കൊപ്പമായിരിക്കും നമ്മളെപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ സൗഹൃദം എങ്ങനെ രൂപപ്പെടുത്തും എന്നതും ഒരു പ്രധാന. കൂടുതൽ പൈസ ഉണ്ടെങ്കിലാണ് ബിസിനസ് ഏറ്റവും വളരുന്നതെന്നൊരു പൊതുവായ ഒരു ധാരണയുണ്ട്. അതാണ് കൂടുതൽ പൈസയാണ് ബിസിനസ്സിൻ്റെ പ്രധാന ഘടകമെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം മാറ്റേണ്ടത്. ബിസിനസ്സിലെ എല്ലാ ഭാഗങ്ങളും ഫുള്ളായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബിസിനസ് ആദ്യം തുടങ്ങാവുള്ളൂ. ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് കോസ്റ്റ് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഈ പ്രൊഡക്റ്റിന് പറ്റിയ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടുപിടിക്കും. ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കിനും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ ഒരുപാട് പൈസ ഉണ്ട് അങ്ങനെ പറഞ്ഞ് അത് വിജയിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ബിസിനസ് ഫീൽഡിൽ വിദഗ്ധരായിട്ടുള്ളവരുമായിട്ട് ഇൻറ്റേൺഷിപ്പും അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വ്യക്തമായിട്ടൊരു പ്ലാനിങ് നടത്തിയിട്ട് ബിസിനസ് എപ്പോഴും തുടങ്ങുക. അപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളും എല്ലാം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ ആ മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളും തയ്യാറായിരിക്കണം. കാരണം അവരത്രയും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പം നമ്മൾ സൗഹൃദത്തിൻ്റെ പേരിൽ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ എപ്പോഴും അതിൻ്റെ പേരിൽ എസ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇപ്പം നോ പറയാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നമ്മൾ നോ തന്നെ പറയണം. അപ്പം നമ്മൾ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടി എപ്പോഴും എസ് പറയുന്നത് തകർച്ചയിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് മാറും. ഇത്തരത്തിലൊരു ശീലം ബിസിനസ്സിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിനും ഒരു പ്രധാന ഘടകമാണ്. ബിസിനസ് പറയുന്നത് എപ്പോഴും എസ്സുകളുടെ മാത്രമല്ല, നോകളുടെയും കൂടി ആകെത്തുകയാണ്. അപ്പം മറക്കണ്ട, സ്മൈൽസ് ടു ഗോ ബിഫോർ യു സ്ലീപ്.